ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതിയുടെ പ്രസംഗത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ചയ്ക്കിടെ പാർലമെന്റിൽ നീറ്റ് വിഷയം ഉന്നയിച്ച് പ്രതിപക്ഷം. രാജ്യത്ത് പുതിയ ക്രിമിനൽ നിയമങ്ങൾ പ്രാബല്യത്തിൽ, സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ കുറ്റകൃത്യങ്ങളുടെ അന്വേഷണത്തിന് മുൻഗണന. നീറ്റ് യുജി പുനഃപരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഗുജറാത്തിൽ സ്വകാര്യ സ്കൂൾ ഉടമ അറസ്റ്റിൽ. പോലീസിലെ അമിത ജോലിഭാരവുമായി ബന്ധപ്പെട്ട അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് കേരള നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ വാക്കൌട്ട്. കേരളത്തിൽ വ്യാഴാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. 2020 ക്രിക്കറ്റ് ലോകകപ്പ് കിരീടം നേടിയ ഇന്ത്യൻ ടീമിന് 125 കോടി രൂപ പാരിതോഷികം പ്രഖ്യാപിച്ച് BCCI. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ പ്രസംഗത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ചകൾ ലോക്സഭയിൽ പുനരാരംഭിച്ചു. രാജ്യത്തെ ജനങ്ങളുടെ ക്ഷേമത്തിനും സാമ്പത്തിക പുരോഗതിക്കുമായി കഴിഞ്ഞ 10 വർഷത്തിൽ സർക്കാർ സ്വീകരിച്ച നടപടികളെ BJP MP അനുരാഗ് സിംഗ് ഠാക്കൂർ അഭിനന്ദിച്ചു. അതേസമയം നീറ്റ് പരീക്ഷാ ക്രമക്കേടുകൾ സഭയിൽ ഉന്നയിച്ച പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വിഷയം പാർലമെന്റിൽ പ്രധാനമാണെന്ന സന്ദേശം വിദ്യാർത്ഥികളിലെത്തണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ പാർലമെന്റിൽ ചില നടപടിക്രമങ്ങളുണ്ടെന്നും നന്ദി പ്രമേയ ചർച്ചയ്ക്ക് ശേഷമാകും മറ്റു വിഷയങ്ങളിൽ ചർച്ച നടക്കുകയെന്നും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. എന്നാൽ വിഷയം ചർച്ചയ്ക്കെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം ലോക്സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. രാജ്യസഭയിൽ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസിന് സഭാധ്യക്ഷൻ ജഗ്ദീപ് ധൻഖർ അനുമതി നിഷേധിച്ചു. ദരിദ്രർക്കും ദളിതർക്കും ന്യൂനപക്ഷങ്ങൾക്കും വേണ്ടിയല്ല, സർക്കാരിനെ പ്രശംസിക്കാൻ മാത്രമാണ് നന്ദി പ്രമേയ ചർച്ചയെന്ന് കോൺഗ്രസ് MP മല്ലികാർജ്ജുൻ ഖർഗെ ആരോപിച്ചു. സർക്കാർ ഏജൻസികളായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെയും CBIയെയും ദുരുപയോഗം ചെയ്യുന്നതായി ആരോപിച്ച് പ്രതിപക്ഷ സഖ്യം പാർലമെന്റിന് പുറത്ത് പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും പ്രതിപക്ഷ പാർട്ടികളിലെ മുതിർന്ന നേതാക്കളും പ്രതിഷേധത്തിൽ പങ്കെടുത്തു. ജയിലിൽ കഴിയുന്ന ആം ആദ്മി പാർട്ടി മന്ത്രിമാരെ വിട്ടയക്കണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. രാജ്യത്ത് 3 പുതിയ ക്രിമിനൽ നിയമങ്ങൾ പ്രാബല്യത്തിൽ വന്നു. ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷ്യ അധീനിയം എന്നിവയാണ് നിലവിൽ വന്നത്. IPCക്ക് പകരമായി ഭാരതീയ ന്യായ സംഹിതയും CRPCക്ക് പകരമായി ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയും ഇന്ത്യൻ തെളിവ് നിയമത്തിനു പകരമായി ഭാരതീയ സാക്ഷ്യ അധിനിയവുമാണ് നിലവിൽ വന്നത്. കുറ്റകൃത്യങ്ങൾ ഓൺലൈനായി റിപ്പോർട്ട് ചെയ്യൽ, ഏത് പോലീസ് സ്റ്റേഷനിൽ വേണമെങ്കിലും FIR സമർപ്പിക്കൽ, ഇരകൾക്ക് FIRന്റെ പകർപ്പ് സൌജന്യമായി ലഭ്യമാക്കൽ എന്നിവ പുതിയ ക്രിമിനൽ നിയമങ്ങളിലെ പ്രധാന വ്യവസ്ഥകളാണ്. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ കുറ്റകൃത്യങ്ങളുടെ അന്വേഷണത്തിന് മുൻഗണന നൽകി 2 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കണം. കേസുകളിൽ അറസ്റ്റ് രേഖപ്പെടുത്തുന്ന സാഹചര്യമുണ്ടായാൽ ഏതൊരാൾക്കും അദ്ദേഹത്തിന് താൽപര്യമുള്ള വ്യക്തിയെ വിവരമറിയിക്കാനുള്ള അവകാശവും പുതിയ നിയമം നൽകുന്നു. കേവലം ശിക്ഷയേക്കാൾ നീതിക്ക് മുൻഗണന നൽകാനാണ് പുതിയ ക്രിമിനൽ നിയമങ്ങൾ ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്ര നിയമ നീതിന്യായ സഹമന്ത്രി അർജുൻ റാം മേഘ്വാൾ. ലോ കമ്മീഷനിൽ നിന്നുള്ള ശുപാർശകൾ നിയമങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. MPമാരും MLAമാരും ഉൾപ്പെടെയുള്ളവരുമായും സാധാരണ പൌരന്മാരുമായും വിപുലമായ കൂടിയാലോചന നടത്തിയിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി മുംബൈയിൽ പറഞ്ഞു. നീറ്റ് UG പുനഃപരീക്ഷാ ഫലം ദേശീയ പരീക്ഷാ ഏജൻസി പ്രഖ്യാപിച്ചു. 1563 പേർക്കാണ് പുനഃപരീക്ഷ നടത്തിയത്. സ്കോർ കാർഡുകൾ exams.nta.ac.in/neet എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചതായി NTA അറിയിച്ചു. നീറ്റ് UG പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഗുജറാത്തിൽ സ്വകാര്യ സ്കൂൾ ഉടമയെ CBI അറസ്റ്റ് ചെയ്തു. മെയ് 5 നടന്ന നീറ്റ് പരീക്ഷാ കേന്ദ്രങ്ങളിലൊന്നായിരുന്നു ഈ സ്കൂൾ. ഇയാളെ അഹമ്മദാബാദ് കോടതിയിൽ ഹാജരാക്കും. ഇതോടെ കേസിൽ ഗുജറാത്തിൽ അറസ്റ്റിലായവരുടെ എണ്ണം 6 ആയി. പരീക്ഷയിൽ ജയിപ്പിക്കുന്നതിന് 27ലേറെ വിദ്യാർത്ഥികളിൽ നിന്ന് 10 ലക്ഷം രൂപ ആവശ്യപ്പെട്ടതിന് നേരത്തെ 5 പേരെ ഗുജറാത്ത് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥരുടെ അമിത ജോലിഭാരവുമായി ബന്ധപ്പെട്ട അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് കേരള നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ വാക്കൌട്ട്. ഔദ്യോഗിക ജീവിതത്തിലെ സമ്മർദ്ദവും ജോലിഭാരവും നിമിത്തം പോലീസ് ഉദ്യോഗസ്ഥർ ജീവനൊടുക്കുന്ന സാഹചര്യം സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് PC വിഷ്ണുനാഥാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. കഴിഞ്ഞ 5 വർഷത്തിൽ 88 പോലീസുകാരാണ് ജീവനൊടുക്കിയതെന്ന് അദ്ദേഹം പറഞ്ഞു. പോലീസുകാരുടെ അമിത ജോലിഭാരവും മാനസിക പ്രയാസങ്ങളും ക്രമസമാധാന പാലനത്തെ സാരമായി ബാധിച്ചതായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു.
എന്നാൽ പോലീസുകാരുടെ മാനസിക സംഘർഷം കുറയ്ക്കുന്നതിന് വിവിധ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടിയായി പറഞ്ഞു. 8 മണിക്കൂർ ജോലി എന്നത് പോലീസിൽ പൂർണ്ണമായി നടപ്പിലാക്കാൻ സാധിച്ചിട്ടില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. മുഖ്യമന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിക്കുകയായിരുന്നു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ട്രയൽ റണ്ണിനായുള്ള പ്രവർത്തനങ്ങൾ അന്തിമഘട്ടത്തിലാണെന്ന് മന്ത്രി VN വാസവൻ. ട്രയൽ റൺ ഈ മാസം ഉണ്ടാകുമെന്നും അദ്ദേഹം നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ അറിയിച്ചു. വിഴിഞ്ഞം തുറമുഖത്തിന്റെ 1ാം ഘട്ടം ഈ വർഷം കമ്മീഷൻ ചെയ്യുമെന്നും മന്ത്രി അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ഇന്ന് ദേശീയ ഡോക്ടേഴ്സ് ദിനം. സമൂഹത്തിന്റെ ക്ഷേമത്തിനും ആരോഗ്യത്തിനുമായി പ്രവർത്തിക്കുന്ന ഡോക്ടർമാരുടെ നിസ്വാർത്ഥ സേവനങ്ങളെ തിരിച്ചറിയാനും നന്ദി പ്രകാശിപ്പിക്കുവാനും വേണ്ടിയാണ് രാജ്യം ജൂലൈ 1 ഡോക്ടർമാരുടെ ദിനമായി ആചരിക്കുന്നത്. ഡോക്ടർമാരുടെ ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ ഡോക്ടർമാർക്ക് ആശംസകൾ നേർന്നു. രാജ്യത്തെ ആരോഗ്യ സംവിധാനം മെച്ചപ്പെടുത്താനും ഡോക്ടർമാർക്ക് മതിയായ പ്രാധാന്യം ഉറപ്പാക്കാനും സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് ശ്രീ മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യൻ സൈന്യത്തെ നയിക്കാൻ അവസരം ലഭിച്ചതിൽ ഏറെ അഭിമാനമുണ്ടെന്ന് കരസേനാ മേധാവിയായി ചുമതലയേറ്റ ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. ന്യൂഡൽഹിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സൈന്യത്തിന്റെ നവീകരണത്തിന് ആഹ്വാനം ചെയ്ത അദ്ദേഹം എല്ലാ വെല്ലുവിളികളും നേരിടാൻ സേന സജ്ജമാണെന്നും പറഞ്ഞു. ഡൽഹിയിലെ ദേശീയ യുദ്ധ സ്മാരകത്തിൽ പുഷ്പചക്രം സമർപ്പിച്ച അദ്ദേഹം രാജ്യസേവനത്തിനിടെ ജീവൻ ബലിയർപ്പിച്ച ധീര ജവാന്മാർക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ഡൽഹി വിമാനത്താവള ടെർമിനൽ 1ന്റെ മേൽക്കൂര തകർന്ന സംഭവത്തിൽ കേന്ദ്ര വ്യോമയാന മന്ത്രി കിഞ്ചരാപ്പു രാംമോഹൻ നായിഡു വിമാനത്താവളം സന്ദർശിച്ചു. ടെർമിനൽ 1ൽ നിന്ന് 2-3 ടെർമിനലുകളിലേക്കുള്ള വിമാനങ്ങളുടെ മാറ്റത്തെ തുടർന്നുള്ള നിലവിലെ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യാൻ കേന്ദ്രമന്ത്രി മന്ത്രാലയത്തിലെയും വിമാനത്താവളത്തിലെയും ഉദ്യോഗസ്ഥരുമായി യോഗം ചേർന്നു. വിമാനത്താവളത്തിന്റെ സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കുന്നതിനുള്ള നടപടികൾ യോഗം ചർച്ച ചെയ്തു. യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് മുൻഗണന നൽകുന്നതിനുള്ള കർശനമായ മാനദണ്ഡങ്ങൾ പാലിക്കണമെന്ന് ശ്രീ നായിഡു നിർദ്ദേശിച്ചു. കശ്മീർ താഴ്വരയിലെ ശ്രീ അമർനാഥ് ഗുഹാക്ഷേത്രത്തിലേക്കുള്ള വാർഷിക തീർത്ഥാടനം സുഗമമായി പുരോഗമിക്കുന്നു. 52 ദിവസം നീണ്ടുനിൽക്കുന്ന യാത്ര ഓഗസ്റ്റ് 19-ന് സമാപിക്കും. 6461 തീർത്ഥാടകരടങ്ങുന്ന 4ാമത്തെ സംഘം ജമ്മുവിലെ ഭഗവതി നഗർ യാത്രി നിവാസ് ബേസ് ക്യാമ്പിൽ നിന്ന് പുറപ്പെട്ടു. വിശദാംശങ്ങളിലേക്ക്. ജമ്മു കാശ്മീരിൽ 15,000-ത്തിലധികം തീർത്ഥാടകരാണ് ഇന്നലെ ശ്രീ അമർനാഥ് ഗുഹാക്ഷേത്രം സന്ദർശിച്ചത്. ഇതോടെ വാർഷിക തീർത്ഥാടനത്തിന്റെ 2ാം ദിവസം ദർശനം നടത്തിയ തീർത്ഥാടകരുടെ എണ്ണം 28,000-ആയി. യാത്രയുടെ സുഗമമായ നടത്തിപ്പിനായി ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. പോലീസ്, CRPF, ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ്, മറ്റ് അർദ്ധസൈനിക വിഭാഗങ്ങളിൽ നിന്നുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥർ തുടങ്ങിയവരെ പാതയിൽ വിന്യസിച്ചിട്ടുണ്ട്. പഴുതടച്ച സുരക്ഷയ്ക്കായി വ്യോമ നിരീക്ഷണവും നടത്തുന്നുണ്ട്. നൂൻവാൻ, ബാൽട്ടാൻ ബേസ് ക്യാമ്പുകളിൽ തീർത്ഥാടകരുടെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നതായാണ് റിപ്പോർട്ട്. തീർത്ഥാടനത്തിന്റെ ക്രമീകരണങ്ങളിൽ പൂർണ്ണ സംതൃപ്തരാണെന്ന് യാത്രക്കാർ പറഞ്ഞു. കശ്മീർ താഴ്വരയിലൂടെയുള്ള യാത്രക്കിടയിൽ തദ്ദേശവാസികൾ കാണിക്കുന്ന ആതിഥ്യത്തിൽ തീർത്ഥാടകർ സന്തോഷം പ്രകടിപ്പിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. രാജ്യത്തെ വടക്കു പടിഞ്ഞാറൻ വടക്കു കിഴക്കൻ മേഖലകളിലും കിഴക്കൻ സംസ്ഥാനങ്ങളിലും അടുത്ത 4 ദിവസം അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഈ മേഖലകളിൽ പലയിടങ്ങളിലും ഓറഞ്ച്, ചുവപ്പ് ജാഗ്രതകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, പഞ്ചാബ്, ഹരിയാന, ചണ്ഡീഗഡ്, കിഴക്കൻ രാജസ്ഥാൻ, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ മറ്റന്നാൾ വരെ ശക്തമായ മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ്. കേരളത്തിൽ വ്യാഴാഴ്ച വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനം നിരോധിച്ചു. ICC T20 പുരുഷ ലോകകപ്പ് കിരീടം നേടിയ ഇന്ത്യൻ ടീമിന് 125 കോടി രൂപ പാരിതോഷികം പ്രഖ്യാപിച്ച് BCCI സെക്രട്ടറി ജയ് ഷയാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചത്. ടൂർണമെന്റിൽ ഉടനീളം ഇന്ത്യൻ ടീം അസാധാരണമായ പ്രകടനവും പ്രതിബദ്ധതയും പുലർത്തിയിരുന്നതായി ശ്രീ ജയ് ഷാ അഭിപ്രായപ്പെട്ടു. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതിയുടെ പ്രസംഗത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ചയ്ക്കിടെ പാർലമെന്റിൽ നീറ്റ് വിഷയം ഉന്നയിച്ച് പ്രതിപക്ഷം. രാജ്യത്ത് പുതിയ ക്രിമിനൽ നിയമങ്ങൾ പ്രാബല്യത്തിൽ. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ കുറ്റകൃത്യങ്ങളുടെ അന്വേഷണത്തിന് മുൻഗണന. നീറ്റ് UG പുനഃപരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഗുജറാത്തിൽ സ്വകാര്യ സ്കൂൾ ഉടമ അറസ്റ്റിൽ. പോലീസിലെ അമിത ജോലിഭാരവുമായി ബന്ധപ്പെട്ട അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് കേരള നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ വാക്കൌട്ട്. കേരളത്തിൽ വ്യാഴാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത. ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. 2020 ക്രിക്കറ്റ് ലോകകപ്പ് കിരീടം നേടിയ ഇന്ത്യൻ ടീമിന് 125 കോടി രൂപ പാരിതോഷികം പ്രഖ്യാപിച്ച് BCCI. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.